അഡ്വക്കേറ്റ് ദീപ ജോസഫ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയുന്നതാണ്? വളരെ സന്തോഷത്തോടെ തന്നെ കാണാൻ കഴിയുന്നു. കാരണം കുറെ നാളുകളായിട്ട് നമ്മള് എക്സിക്യൂഷൻ ഡേറ്റ് കൺഫേം ചെയ്ത ദിവസം മുതല് അഹോരാത്രം നമ്മള് ഓടി നടന്നിട്ട്, അല്ലെങ്കിൽ ഇനി മുട്ടാൻ ഇനി വാതിലുകളൊന്നും ഇല്ല, ആ രീതിയിലായിരുന്നു. സാമൂഹ്യം ഇവിടുന്ന് യമനിൽ എത്തുന്നു. യമനിൽ ചെന്ന് കഴിഞ്ഞപ്പം ഏതെങ്കിലും വെച്ച് സാമൂഹ്യന് അസുഖമാവുന്നു. എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് സാമൂഹ്യ ജെറോം ഭാസ്കർ സനയിലെത്തി, അമ്മയെ കൂട്ടി പ്രോസിക്യൂഷൻ ഓഫീസിലെത്തി ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്പോഴാണ് നമുക്കറിയാം നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു ലെറ്റർ അത്യാവശ്യമായിട്ട് വേണമെന്ന്. നമ്മൾ ചാണ്ടി ഉമ്മനുമായിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷം നമ്മൾ ആ ഒരു ലെറ്ററിന് വേണ്ടിയിട്ട് നമുക്ക് അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒത്തിരി വലിയ സഹായം കിട്ടി. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ ഓടിയ സമയത്തെല്ലാം നമുക്ക് കിട്ടിയ ഒരു വലിയ ഒരു എവിടെയൊക്കെ നമുക്ക് ഒബ്സ്റ്റക്കിൾസ് തോന്നിയ ആ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ വഴി ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടിയതാണ് ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ഏറ്റവും വലിയ കാരണം. മറ്റൊരു കാര്യം, നമുക്കിപ്പോൾ ഇത് നീട്ടിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഇനിയും ചർച്ചകൾ നടത്താൻ കുറേ സമയം കൂടി ലഭിക്കുന്നു. ഇപ്പോഴും വധശിക്ഷ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ എങ്ങനെ കാണാം എന്ന് വെച്ചാൽ, ഭാവിയിൽ വധശിക്ഷ ഒഴിവാകാനുള്ള സാഹചര്യം ഉണ്ടെന്നോ അങ്ങനെ ആ ഒരു രീതിയിൽ എങ്ങനെ അതിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും? ഇതൊരു സന്തോഷകരമായ കാര്യമാണ്. ഇനി ഭാവിയിലേക്ക് ഇതെങ്ങനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സഹോദരൻ, നിങ്ങൾ പറഞ്ഞ കുറെ സമയമൊന്നും നമുക്ക് നീട്ടി കിട്ടിയിട്ടില്ല. നമുക്കൊരു ഇനി എപ്പോഴാണ് ഇനി അടുത്ത ഒരു ബോംബ് ബ്ലാസ്റ്റ് പോലെ ഒരു ദിവസം നമ്മളിലേക്ക് വരുന്നത് നമുക്ക് അറിയത്തുമില്ല. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ആ കുടുംബത്തെ കാണണം, ചർച്ച നടത്തണം. ഏതാണ്ട് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ നിങ്ങൾ എന്നോട് ഇതിന് മുമ്പിലത്തെ പ്രാവശ്യം നമ്മൾ ചർച്ചയ്ക്കിരുന്നപ്പോൾ ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് സംസാരിച്ചത്. അപ്പൊ ഇന്ന് രാവിലെ വരെയും ഞാൻ ഇന്ന് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലും അല്ലെ ചാനലുകളുടെ മുമ്പിലും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ശനിയാഴ്ചയോടെ നമുക്ക് ഈ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. നിമിഷയുടെ എക്സിക്യൂഷൻ മരവിപ്പിച്ചു എന്ന വാർത്ത അത് വെർബൽ ആയിരുന്നത് കൊണ്ടാണ് നമ്മൾ ആരോടും പറയാതിരുന്നത്. കാരണം ആരോടെങ്കിലും പറഞ്ഞാൽ അത് മുഴുവൻ എല്ലായിടത്തും ആവും എന്നറിയാവുന്നത് കൊണ്ട് അതിന്റെ ഒരു എക്സിക്യൂഷൻ ഓർഡർ നമ്മുടെ കയ്യിൽ പേപ്പർ രൂപത്തിൽ ഒരു കൺഫർമേഷൻ ലെറ്റർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ച തന്നെ നമുക്കിത് അറിയാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് എത്ര, ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് നമുക്ക് അങ്ങ് സൂചിപ്പിച്ചു ഇത് ഒരുപാട് സമയമില്ല എന്ന്. എത്ര ദിവസങ്ങളോളം അല്ലെങ്കിൽ എത്രത്തോളം ഇത് നീളാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മൾ എപ്പോഴേലും ഫ്ലഡ്സോ അല്ലെങ്കിൽ പേമാരിയും ഇതൊക്കെ നമുക്ക് എത്ര ദിവസം നീളുമെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട ജോലി ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ആ കുടുംബത്തെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇന്നെങ്കിൽ ഇന്ന് തന്നെ സാധിച്ചാൽ അത്ര നല്ലത്. അതിന് ആരുടെയെങ്കിലും ഒക്കെ സഹായം, ആരൊക്കെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇനി കാന്തപുരമല്ല ഏത് ഈച്ച് ആൻഡ് എവരി കൊച്ചു കുട്ടിയുടെ ആണെങ്കിൽ പോലും സഹായം നമ്മൾ സ്വീകരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അധിക സമയമൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ആ ഒരു ലിമിറ്റഡ് ടൈമിനകത്ത് തന്നെ നമ്മുടെ ജോലികൾ നമ്മൾ പൂർത്തിയാക്കി വെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇനി ഇതുപോലൊരു ലോകം മുഴുവൻ നിമിഷയെ സ്നേഹിക്കുന്ന ഒരു നിമിഷയുടെ മാതാവിനെയും മകളെയും നെഞ്ചോട് ചേർത്തവരും ഒക്കെ ഒത്തിരി മനമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം. കാരണം നമ്മുടെ മുമ്പിൽ 8 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ഇതുപോലെ നമുക്കൊരു ദിവസത്തിനായി നമ്മൾ കാത്തിരിക്കാതെ ആ കുടുംബത്തെ എത്രയും പെട്ടെന്ന് അനുനയിപ്പിച്ച് ഇത് ഈ നിമിഷയെ വധത്തിൽ നിന്ന് അല്ലെ എക്സിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണം. ഞാനത് ചോദിക്കാൻ വേണ്ടി ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം അങ്ങ് അവിടുത്തെ നിയമ നടപടികളെല്ലാമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ആളാണ്, അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾ കൂടിയാണല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു രീതി വെച്ചിട്ട് ആണ് ഞാൻ ചോദിച്ചത്, ഇത് എത്രത്തോളം നമുക്ക് ഇനി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച്. ഞാൻ പറഞ്ഞത് നമുക്കിനി അവിടുത്തെ നിയമ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിനി ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇനി ഒരേ ഒരു മാർഗം ആ കുടുംബത്തിന്റെ മാപ്പ് മാത്രമേ ഉള്ളൂ. ദയാധനം സ്വീകരിച്ച കുടുംബം നിമിഷയ്ക്ക് മാപ്പ് കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ നിമിഷയ്ക്ക് ഇനി ഒരു മോചനമുള്ളൂ. അത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ പറയാ, ഓക്സിജൻ കംപ്ലീറ്റ് ഇല്ലാതെ പോയ സമയത്ത് ഒന്ന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ചെറിയൊരു അവസരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ അവസരത്തെ നമ്മളൊരു വലിയ ആശ്വാസമായി കരുതേണ്ടതില്ല. എത്രയും പെട്ടെന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിന്റെ ഇത് കിട്ടാതെ, മാപ്പ് കിട്ടാതെ നിമിഷയ്ക്ക് ശിക്ഷയിൽ നിന്ന് മോചനം ഇല്ല എന്നൊരു സത്യം തന്നെയാണ്.